ഗൈസ്, അപ്പം ഈ ആറാട്ടാണെന്ന് അറിയപ്പെടുന്ന വ്യക്തി, അതായത് സന്തോഷ് വർക്കി, കൊച്ചിയിലൊക്കെയാന്ന് തോന്നുന്നു ഇവരുടെയൊക്കെ വീട്. ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അതായത് ഈ സിനിമയുടെയൊക്കെ റിവ്യൂ പറയുന്നതും അവിടെ സിനിമയിൽ ഒരു എന്താ പറയുക, ഒരു ടാക്കീസ് ആൾക്കാർ കീഞ്ഞ് വരുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. ഇതിന് മുന്നേ ഒരാളുണ്ടായിരുന്നു, കിങ് ബോയ് എന്നും പറഞ്ഞിട്ട്, കിംബോയോ അങ്ങനെ എന്തോ. അപ്പോൾ അവിടെ റിയലായിട്ട് സൂപ്പർ സ്റ്റാറുകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവിടുന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പയ്യൻ പിടിച്ച് തല്ലുന്ന കാണുന്നുണ്ട്. ഈ ആറാട്ടൺ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു പയ്യൻ പിടിച്ച് തല്ലുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കോമാളി കളിയും അതുപോലെ തന്നെ കോമഡിയൊക്കെ കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ക വെറുപ്പിക്കൽ തന്നെയാണ്, സത്യം പറഞ്ഞാൽ പക്ക വെറുപ്പിക്കൽ തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നു, സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ആ ഒരു സിനിമ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളായ മറ്റാൾക്കാർക്കോ ഇല്ലാത്ത പ്രശ്നമൊന്നും സത്യത്തിൽ പറഞ്ഞാൽ നമുക്കുണ്ടാവേണ്ട ഒരാവശ്യമില്ല. ഒരു സിനിമ കാണുമ്പോൾ ഗുഡ് ഓർ ബാഡ് ഒരുപാട് ആൾക്കാർ പറയുന്ന ആൾക്കാരുണ്ട്. അത് പബ്ലിക്കായിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾക്കിടയിലും ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കുമ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അവരതിൻ്റെ ലാഭം നോക്കുന്നു. അല്ലെങ്കിൽ ഒരു ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഒരു റിവ്യൂ പറഞ്ഞതുകൊണ്ട് ഒരു സിനിമയുടെ ഇതിനെ അത് ബാധിക്കുന്നൊന്നുമില്ല, അതിൻ്റെ ഒരു സിനിമയുടെ ലൈഫിനെ അതിനെ ബാധിക്കുന്നൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ തല്ലുക എന്ന് പറയുന്ന സംഭവം എന്താ പറയുക, കുറച്ച് റോങ് ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്താണ് തോന്നിയത്? ഒരു വ്യക്തിയെ പിടിച്ച് അതുപോലെ ഒരു പരസ്യമായ രീതിയിൽ തല്ലുന്നത് എന്ന് പറയുമ്പോൾ അത്ര എന്താ പറയുക, ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവരെന്തെങ്കിലും പറയുന്നു, ഇൻ കേസ് അവിടെ നിന്ന് ആ ഒരു വ്യക്തിയെ കുറച്ച് ഉപദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സംസാരിച്ചാലും കുഴപ്പമില്ല. ഇനിയിപ്പം ഒന്ന് രണ്ട് എന്താ പറയുക, കുറച്ച് ഷൗട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഒരാളെ തല്ലുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് ഒരാളെ, അതിനിപ്പോൾ ആർക്കും അധികാരമില്ല സത്യം പറഞ്ഞാൽ. ഒരു സിനിമയുടെ റിവ്യൂ, അതായത് ഈ പറയുന്ന ഈ ഒരു പയ്യൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പയ്യൻ അവനെ പറ്റിയാണോ അല്ലെങ്കിൽ അവൻ്റെ വേറെ എന്തെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ അങ്ങനെ അവനെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അവനുമായി ബന്ധമുള്ള എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ നമുക്കത് ഓക്കെ എന്ന് പറയാം. പക്ഷേ ഒരു സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് കരുതി ഇപ്പോൾ ഒരാളെ പിടിച്ച് തല്ലുക എന്ന് പറഞ്ഞാൽ അതത്ര രസമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി നിങ്ങൾ പറ, നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നുള്ളതും കൂടെ നിങ്ങൾ പറ. ഒരാളെ പിടിച്ച് തല്ലുക എന്ന് പറയുന്നത് അത്ര ആയിട്ട് തോന്നില്ല. കാരണം അങ്ങനെ ഒരു അധികാര പരിധി ഇവിടെ ആർക്കുമില്ല. എത്രയോ ആൾക്കാരുണ്ട് റിവ്യൂ പറയുന്ന, വളരെ ചീത്ത വിളിച്ചുകൊണ്ടും അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൊച്ചിയാണെന്ന് തോന്നുന്നു സ്ഥലം, ഈ കൊച്ചിയിൽ തന്നെ വളരെ മോശമായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊന്നും നിങ്ങൾക്ക് പോയിട്ട് ഇതുപോലെ മുട്ടാൻ പറ്റില്ലല്ലോ. കാരണം അവരെയൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലോട്ട് ആളെത്തും, അതുപോലെ തന്നെ വിവരം അറിയുകയും ചെയ്യും, അത് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരൊന്നും തിരിച്ച് തല്ലില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലും കൂടിയാണ് ഇവരോട് ആൾക്കാർ മുട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒരു ലക്ഷ്യം വേറെ എന്ന് പറഞ്ഞാൽ ഒന്ന് വൈറലാവുക, അത് തന്നെയാണ്. ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ വൈറലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇവരെ പോലുള്ള ആൾക്കാരെ തല്ലുക എന്നൊക്കെ പറയുമ്പോൾ നാളെ അത് അറിയപ്പെടും. ഈ പറയുന്ന ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് അറിയപ്പെടും എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറൊരു ലക്ഷ്യമില്ല. ഈ പറയുന്ന പയ്യന് യാതൊരു അവകാശവും ഇല്ല ആ ഒരു വ്യക്തിയെ പിടിച്ച് അടിക്കുക എന്ന് പറഞ്ഞാലൊരു കാര്യം. അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഹാബിറ്റാണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ തല്ലുന്നു, ഇപ്പം തിരിച്ച് തല്ലാൻ പാകമുള്ള ഒരാളാണെങ്കിൽ അവിടെ പോയി തല്ലാൻ നിൽക്കൂലേ? അതുമാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം വളരെ എന്താ പറയുക, മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാക്കുന്നത്, അതായത് മറ്റുള്ള പല സംഭവങ്ങളും അടിച്ചു കയറ്റി പല ആൾക്കാരെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ തന്നെയുണ്ട്. അവരോടൊന്നും പോയി ഇതുപോലെ മുട്ടൂലല്ലോ. അവരൊക്കെ ചെയ്യുന്നതാണ് സമൂഹത്തിന് മോശം സത്യം പറഞ്ഞാൽ. ഇവരെ പോലുള്ള ആൾക്കാർ ഒരു റിവ്യൂ പറഞ്ഞെന്ന് കരുതി ഇവിടെ എന്ത് സംഭവിക്കാനാണ്? ഇപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ച് ഒന്നുമില്ല അവരൊന്നും പറഞ്ഞാൽ അതിന് ആ ഒരു സിനിമ മുടക്കുന്ന അതിൻ്റെ സംവിധായകന്മാരുണ്ട്, അവരതിനോട് ലാഭം കിട്ടുന്നു. അതിൽ അഭിനയിക്കുന്ന ഒരുപാട് നടീനടന്മാരുണ്ടാവുമായിരിക്കാം, അവർക്കും ലാഭം കിട്ടുന്നു. അവർക്കൊന്നും ഇല്ലാത്ത ഒരു കുഴപ്പം ആ നാട്ടിലുള്ള ഒരു സാധാരണ ഒരു യുവാവിന് ഉണ്ടാവേണ്ട ഒരു ആവശ്യം ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ തല്ലാവേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം തോന്നിയത്. കാരണം ഒരാളെ പബ്ലിക് ഫിഗറിന്ന് പിടിച്ച് തല്ലുക എന്ന് പറഞ്ഞാൽ അത് ഇത്ര റോങ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ പറ.